നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 1.5 പതിറ്റാണ്ടിനിപ്പുറം തേക്കടി ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നാളെ ആരംഭിക്കും. കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ട് അപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോൾ. കേസിന്റെ വിചാരണ തുടങ്ങുന്നത് തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിൽ. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി വിജയിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിലെ പുന്നൂർ വാർഡ് LDFൽ നിന്ന് പിടിച്ചെടുത്ത UDF. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA S രാജേന്ദ്രൻ. ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക പ്രയാസം. തന്നെ ഇപ്പോഴും വ്യക്തിപരമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തുടരുന്നു. ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചീത്തപ്പേര് വാങ്ങിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും S രാജേന്ദ്രൻ. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് DMO ഡോക്ടർ സുരേഷ് വർഗീസ്. തീരുമാനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന്. വിശദമായ വാർത്തകൾ. 1.5 പതിറ്റാണ്ടിനിപ്പുറം തേക്കടി ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നാളെ ആരംഭിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ട് അപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോഴാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA റഹീം ഹാജരാകും. 2009 സെപ്റ്റംബർ 30-നായിരുന്നു KTDCയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി 23 വനിതകളടക്കം 45 പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത്. മരിച്ചവരെല്ലാം 50 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. ഇതിൽ 7-നും 14-നും ഇടയിൽ പ്രായമുള്ള 13 കുട്ടികളുണ്ടായിരുന്നു. ബോട്ടിൽ 82 വിനോദസഞ്ചാരികളാണ് ഉല്ലാസയാത്ര നടത്തിയത്. ബോട്ട് ലാൻഡിംഗിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം കുമളിയിലെ ടാക്സി ഡ്രൈവർമാരും ജനങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാരാണ് 26 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നേവിയുടെ സഹായത്തിലാണ് മറ്റ് ശവശരീരങ്ങൾ കണ്ടെത്തിയത്. മരണപ്പെട്ടവരിലേറെയും തമിഴ്നാട്, ബംഗളൂരു, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, മുംബൈ, ഹരിയാന, ദില്ലി, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച് 5 വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കാതിരുന്നത്. ദുരന്തമുണ്ടായ 2009 തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. പിന്നീട് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറും 2021 രാജിവെച്ചു. പകരം പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ അന്ന് കേസ് പരിഗണിച്ച തൊടുപുഴ ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂക്ഷ വിമർശനമുന്നയിച്ചതിനെ തുടർന്നാണ് 2022 അഡ്വക്കേറ്റ് EA റഹീമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഇത്രയും പേരെ കൂടുതൽ കയറ്റുന്നതിനും അവർക്ക് ചെയർ ഇട്ട് കൊടുക്കേണ്ടൊക്കെ വന്നതുകൊണ്ട് 1.5 മണിക്കൂർ താമസിച്ചു. 4-ന് ആരംഭിക്കുന്ന യാത്ര 4:30-ക്കാണ് ആരംഭിച്ചത്. 4:30-ക്ക് ആരംഭിച്ചപ്പോൾ ഇയാള് വലിയ സ്പീഡിലാണ് ഈ ബോട്ട് ഓടിച്ചത്. കാരണം എത്രയും പെട്ടെന്ന് യാത്ര തീർത്ത് തിരിച്ചു വരണമെന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് വളരെ സ്പീഡിൽ തന്നെയാണ്. ആദ്യം മാൻകൂട്ടമൊക്കെ കണ്ടു. ഇയാൾ പതുക്കെ ആ ബോട്ട് ഒന്ന് സ്ലോ ചെയ്ത് അതിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഭയങ്കര സ്പീഡിൽ എടുത്ത് മുന്നോട്ടൊക്കെ പോയി. അപ്പം തന്നെ ബോട്ടിന് ഒരു ഒലച്ചിലുണ്ടായിരുന്നു. ആ യാത്രക്കാർക്കൊക്കെ അത് അനുഭവപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ അവരെ കാര്യമൊന്നും മിണ്ടിയില്ല. പിന്നീട് അത് മുന്നോട്ട് പോയപ്പോൾ കുറെ കാട്ടുപോത്തുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാള് ആ പോയ അതേ സ്പീഡിൽ തന്നെ യൂട്ടേൺ നിർത്തി. അതോടുകൂടിയാണ് ഈ ബോട്ട് മറിഞ്ഞു പോകുന്നതിനും ഇടയായിട്ടുള്ളത്. മുമ്പ് IG ആയിരുന്ന ശ്രീലേഖയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് SP PA വത്സനായിരുന്നു ആദ്യം കേസിന്റെ അന്വേഷണ ചുമതല. ബോട്ടിലെ ഡ്രൈവർ, ലാസ്കർ, ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് നൽകിയ ആദ്യ കുറ്റപത്രം കോടതി തള്ളി. തുടർന്ന് 5 വർഷത്തോളം തുടരന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് SP സാബു മാത്യു ഏറ്റെടുത്തതോടെയാണ് കേസിൽ പുരോഗതിയുണ്ടായത്. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി വിജയിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു.
UDF-ൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശേഷം കൂറുമാറിയ മുൻ അംഗം രാജീവ് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതോടെയാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ UDF സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി 753 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് 2146 വോട്ടുകളും LDF സ്ഥാനാർത്ഥി സിൻസി ജോബിക്ക് 1393 വോട്ടുകളും BJP സ്ഥാനാർത്ഥി സിന്ധു സുനിലിന് 426 വോട്ടുകളും ലഭിച്ചു. ചുരുങ്ങിയ കാലഘട്ടത്തിൽ നാടിനു വേണ്ടി ജനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് വിജയിച്ച സാന്ദ്രമോൾ ജിന്നി പറഞ്ഞു. അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷമാണ്. എനിക്ക് മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ ഇടുക്കി ജില്ലയിലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും വിശ്വാസികളുമായ ഓരോരുത്തരെയും സംബന്ധിച്ചും അത്രയേറെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണിത്. ഞങ്ങളെ ചതിച്ച് ഞങ്ങളുടെ വോട്ടുകൾ നേടി ഞങ്ങളെ ചതിച്ച് കൂറുമാറിപ്പോയ ഒരാളോടുള്ള ചെറിയൊരു പ്രതികാരം പോലെയായിരുന്നു, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആ സാധ്യതയ്ക്ക് ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ എന്നെയും ഐക്യജനാധിപത്യ മുന്നണിയെയും നല്ലവരായ കഞ്ഞിക്കുഴി ഡിവിഷനിലെ വോട്ടർമാർ വിജയിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നന്ദി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നൂർ വാർഡ് LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തു. ഇവിടെ UDF സ്ഥാനാർത്ഥി MN ദിലീപ് കുമാർ 177 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് 410 വോട്ടും LDF സ്ഥാനാർത്ഥി ജെയിൻ അഗസ്റ്റിന് 233 വോട്ടും BJP സ്ഥാനാർത്ഥി അനിൽ ചന്ദ്രന് 93 വോട്ടും ലഭിച്ചു. പഞ്ചായത്തിൽ ഭരണം മാറാനും സാധ്യതയുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സാന്ദ്രമോൾ ജിന്നിക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയ രാജീവ് ചന്ദ്രനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി വിജയിച്ചത്. രാജീവ് ചന്ദ്രന് 216 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച സാന്ദ്രമോൾ ജിന്നിക്ക് 753 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ചെറുതോണി ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് സാന്ദ്രമോൾ ജിന്നിക്ക് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച ആളുകൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, ഇടതുപക്ഷ മുന്നണിയുടെ കാലുമാറ്റ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും വഞ്ചിച്ചുകൊണ്ട് കടന്നുപോയവരാണ്. അവരുടെ കാലുമാറ്റ രാഷ്ട്രീയത്തിനും അവസരവാദ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള വൻപിച്ച വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, നേതാക്കളായ അഡ്വക്കേറ്റ് എബി തോമസ്, ജോബി തയ്യിൽ, അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, സോയിമോൻ സണ്ണി, ബിനോയ് വർക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM മൂന്നാർ ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കവേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA S രാജേന്ദ്രൻ രംഗത്ത്. താൻ പാർട്ടി അംഗത്വം പുതുക്കാനില്ലെന്നും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നും S രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക പ്രയാസമാണ്. ഈ പാർട്ടി ഉപകാരപ്പെടേണ്ടത് സാധാരണക്കാർക്കാണ്. തന്നെ ഇപ്പോഴും വ്യക്തിപരമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തുടരുന്നുണ്ട്. ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചീത്തപ്പേര് വാങ്ങിക്കാൻ തനിക്ക് താല്പര്യമില്ല. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ കൊണ്ടു ചേർക്കാതിരുന്നാൽ മതിയെന്നും S രാജേന്ദ്രൻ വ്യക്തമാക്കി. വ്യക്തിപരമായി KVCC ആയിട്ട് പ്രശ്നങ്ങളില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നയം പാർട്ടിയുടെ നയമല്ല എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അറിയാം. അറിഞ്ഞുകൊണ്ടും നേതാക്കൾ പുള്ളിയെ സഹായിക്കാൻ നിലനിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ പാർട്ടിക്കകത്ത് സജീവമാകുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടാകാനും പാർട്ടിയെ സഖാക്കളുടെ മനസ്സിനെ തളർത്താൻ താല്പര്യമില്ല. ശശി ഹൈഡലുമായി ബന്ധപ്പെട്ടും TNUമായി ബന്ധപ്പെട്ടും ബാങ്കിലും യൂണിയനിലും ഒക്കെ ചെയ്യുന്നത് ഒരു നേതാക്കളും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഈ പാർട്ടി ഉപയോഗപ്പെടേണ്ടത് സാധാരണക്കാർക്കാണ്, ഒന്നുമില്ലാത്തവർക്കാണ്. വ്യക്തിപരമായി ഓത്തിരിക്കുന്ന കാര്യങ്ങളും തുടരുന്നു. പാർട്ടിയുടെ നയമെല്ലാം നടപ്പിലാക്കുന്നത്. ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചീത്തപ്പേർ വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല, അതേ ഉള്ളൂ കാര്യം. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമില്ല. ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. എന്നെ കൊണ്ട് ചേർക്കാതിരുന്നാൽ മതി. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് DMO ഡോക്ടർ സുരേഷ് വർഗീസ്. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്നാണ് തീരുമാനം.
കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നാളിതുവരെയായും നടപടി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DMO ഡോക്ടർ സുരേഷ് വർഗീസിന് നിവേദനം നൽകിയത്. താലൂക്ക് ആശുപത്രിയിൽ ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ്. നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. ആകെ 12 ഡോക്ടർമാരുടെ തസ്തികയുള്ളിടത്ത് 3 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം കൂട്ടുന്നതിനും കാരണമായി. ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വയ താൽപര്യപ്രകാരം മറ്റു ആശുപത്രിയിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലാണ് DMOയ്ക്ക് നിവേദനം നൽകിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DMOയെ കാണുകയുണ്ടായി. ആശുപത്രിയിലെ പൊതുവായ സാഹചര്യങ്ങൾ മൊത്തം അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ബോധ്യമുണ്ട്. ഡോക്ടർമാരുടെ അഭാവത്തിൽ രോഗികൾ അവിടെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാം എന്നുള്ള വാക്ക് DMO നൽകിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്കോക്കായി 3 ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് OPയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും നിലവിൽ അവിടെയുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്ക് ആ സ്പെഷ്യാലിറ്റി OP നടത്തുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരാമെന്നുള്ളൊരു വാക്ക് DMO നൽകിയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം ആ നിലയിലുള്ള ഒരു വാക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ തരത്തിൽ ഇടപെട്ടുകൊണ്ട് നിലവിൽ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് ഇടുക്കിയിലേക്ക് അധികമായി ഇനി പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിലവിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നും വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇടുക്കിയിലേക്ക് ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന് കുറവുള്ള സ്ഥലത്തേക്ക് ഡോക്ടേഴ്സിനെ നിയമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കട്ടപ്പന പോലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും DMO ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം വേണമെന്നാണ് ഞങ്ങളത് പറഞ്ഞേക്കുന്നത്. ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ വീണ ജോർജ് ഉൾപ്പെടെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഒരു രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാക്കി ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ വിഷയത്തിൽ പൂർണ്ണമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. താലൂക്ക് ആശുപത്രിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ഡോക്ടർമാരെ നിയമിക്കുമെന്ന് DMO ഡോക്ടർ സുരേഷ് വർഗീസ് പറഞ്ഞു. കട്ടപ്പന ആശുപത്രിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിൽ ശ്രദ്ധയിലുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർമാരുടെ അഭാവം ഒരു പ്രശ്നമാണെങ്കിൽ തന്നെയും അത് മറ്റു ഗൗരവമായി ബാധിക്കാത്ത രീതിയിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനപ്രതിനിധിമാരെ സംസാരിച്ചു. അവർ പറയുന്ന നല്ല നിർദ്ദേശങ്ങളെല്ലാം ചെവിക്കൊണ്ടിട്ടുണ്ട്. ചില കാറ്റഗറി ഡോക്ടർമാർ ഒരു പോരായ്മ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത് നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യം തന്നെയാണ്. എന്നാലും ചില പ്രത്യേക സാഹചര്യം മൂലങ്ങൾ ചില ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ അഭാവം ഉണ്ടായതായിട്ട് അറിയാം. തുടർന്നുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് 2 ഡോക്ടർമാരെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റു വകുപ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുവാനായിട്ടുള്ള സഹകരണം എല്ലാ ഭാഗത്തും നമുക്കുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ചില സേവനങ്ങൾ മുടങ്ങിയതായി അറിയാം. അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതെല്ലാം എത്ര നല്ല രീതിയിൽ തന്നെ അത് പരിഹരിച്ച് തരുമെന്നുള്ള ഉറപ്പ് തരികയാണ്. 2 ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാകുന്നതോടെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് താൽക്കാലിക ആശ്വാസമാകും. മറ്റു ഡോക്ടർമാരെ കൂടി നിയമിച്ച ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, ബിജു പുന്നോലി, റൂബി വേഴമ്പത്തോട്ടം, ഷാജി പൊട്ടനാനി, ഷാജൻ എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് DMOയ്ക്ക് നിവേദനം നൽകിയത്. അടിമാലി-കുമളി ദേശീയപാതയിൽ മരണക്കെണി ഒരുക്കി വാട്ടർ അതോറിറ്റി. വെള്ളയാങ്കുടി കട്ടപ്പന റോഡിൽ TVS ഷോറൂമിന് സമീപമാണ് വാട്ടർ അതോറിറ്റി അടച്ച കുഴി അപകടക്കെണിയായി മാറിയത്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീ ഇവിടെ വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അടിമാലി-കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാങ്കുടി ഇടുക്കിക്കവല റോഡിൽ TVS ഷോറൂമിന് സമീപമാണ് അപകടക്കെണി ഉടലെടുത്തിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വാട്ടർ അതോറിറ്റി പൈപ്പിടുന്നതിനോടനുബന്ധിച്ച് റോഡിന് കുറുകെ കുഴിയെടുക്കുകയും അവ മൂടാതിരുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. തുടർന്ന് കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് 2 തവണ തട്ടിക്കൂട്ട് പണികൾ നടത്തി അധികൃതർ തടി തപ്പി. വീണ്ടും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ പൗരസമിതിയും വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിൽ വാഴ നട്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയും പ്രതിഷേധം കനത്തതോടെ റോഡിൽ കോൺക്രീറ്റ് ഇറക്കി അപകടക്കെണി ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഈ അറ്റകുറ്റപ്പണിയാണ് ഇപ്പോൾ വൻ ഭീഷണിയായി മാറിയിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്ത കാണക്കാലിപ്പടി സ്വദേശി നടക്കൽ പ്രീതി തോമസ് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടത്തിൽ വലത് കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റതായി പ്രീതി പറയുന്നു. ഞാൻ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. വന്നപ്പം പിന്നെ ഫ്രണ്ട് വീല് ഹമ്പിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. പക്ഷെ ബാക്ക് വീല് ഇടിച്ച് ഫ്രണ്ടിലോട്ട് മറിഞ്ഞിട്ട് കാലിൻ്റെ മുട്ടയിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെ മുട്ട് പൊട്ടിയിട്ട് ഇപ്പം വലിയൊരു സർജറി വേണ്ടി വന്നു. ഞാനിന്ന് സ്ഥിരം പോകുന്നതായിരുന്നു കാര്യമേ. പക്ഷേ പിന്നെ ഇത് ഇപ്പം ആ സൈഡിൽ കൂടെ പോകത്തില്ല. എപ്പോഴും എല്ലാ വണ്ടി വരുമ്പോഴും ആ റൈറ്റിൽ കൂടെ പോകത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകേണ്ടവരും റൈറ്റ് സൈഡിൽ കൂടെ പോയാൽ മാത്രമേ ആ കമ്പ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 2 വീലർ ചെറിയ വണ്ടി. റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നാണ് അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നത്. ദൂരെ നിന്നും എത്തുന്ന വാഹന ഡ്രൈവർമാർക്ക് റോഡിലെ ഈ അപകടക്കണി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. കൂടാതെ ഇവിടെ എത്തുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. മണിക്കൂറിൽ 1000-ലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഉണ്ടായിരിക്കുന്ന അപകടക്കണി ഉടനടി പരിഹരിക്കണമെന്നാണ് ആവശ്യം. നല്ലതണ്ണി കല്ലാറിലെ മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകി. സുരക്ഷയ്ക്കായി പ്ലാന്റിന് ചുറ്റും സൗരോർജ്ജ വേലി നിർമ്മിക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായതോടെയാണ് വനം വകുപ്പ് പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. 2 കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കല്ലാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിയത്. പിന്നീട് RRT സംഘം എത്തി കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്തി. പ്ലാന്റിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി പ്ലാന്റിന് ചുറ്റും സൗരോർജ്ജ വേലി നിർമ്മിക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ തിന്നുന്നതിനാണ് ആനകൾ എത്തുന്നത്. 3 മാസത്തിനുള്ളിൽ 6 ആനകൾ സ്ഥിരമായി പ്ലാന്റിൽ എത്തുന്നുണ്ട്. ഇതിൽ 2 എണ്ണം പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്ലാന്റിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്ലാന്റിൽ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ, കൂർത്ത ഇരുമ്പ് കമ്പികൾ, പ്ലാസ്റ്റിക് തുടങ്ങിയവ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ജീവന് ഭീഷണിയാണ്. പ്ലാന്റിനുള്ളിൽ അപകട ഭീഷണിയായി ഒരു ട്രാൻസ്ഫോമറുമുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ കേന്ദ്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് കത്തിലൂടെ വനംവകുപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത്. KSTA 34 ഇടുക്കി ജില്ലാ സമ്മേളനം ഡിസംബർ 14-15 തീയതികളിൽ കട്ടപ്പന CSA ഗാർഡനിൽ നടക്കും. CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GK ഹരികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ M തങ്കരാജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. വൈകിട്ട് പ്രകടനം നടക്കും. തുടർന്ന് നഗരസഭ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നിസ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അപർണ നാരായണൻ, M രമേശ്, KR ഷാജിമോൻ, ജില്ലാ പ്രസിഡന്റ് R മനോജ് തുടങ്ങിയവർ സംസാരിക്കും. 15-ാം തീയതി രാവിലെ 10-ന് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന സെക്രട്ടറി A നജീബ് ഉദ്ഘാടനം ചെയ്യും. നല്ല നിലയിൽ ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രയത്നിച്ചിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ സർക്കാർ അധ്യാപകർ. അവരുടെ പൊരുതുന്ന സംഘടനയാണ് KSTA. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സ്വകാര്യവൽക്കരണവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംവിധാനങ്ങളിലൊക്കെ ജീവനക്കാരെ നിയമിക്കുന്ന, അധ്യാപകരെ നിയമിക്കുന്നതെല്ലാം കുറവായ ഘട്ടത്തിൽ കേരളത്തിലെ KSTA അതിൻ്റെ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഈ നാളുകളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാകെ പരിശോധിക്കുന്ന ഈ സമ്മേളനം വിജയകരമായി നടപ്പാക്കാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 7 ഉപജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്നുമായി 209 പ്രതിനിധികൾ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാനായി CITU ജില്ലാ കമ്മിറ്റി അംഗം VR സജിയെയും കൺവീനറായി KSTA കട്ടപ്പന ഉപജില്ലാ സെക്രട്ടറി അരുൺകുമാർ ദാസിനെയും തെരഞ്ഞെടുത്തു. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തെയും താറുമാറാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പും സംഘടിപ്പിക്കുന്നതിനും സംഘടനയെ ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. 14-ാം തീയതി രാവിലെ CSA ഗാർഡനിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ്
KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. FCTO ജില്ലാ സെക്രട്ടറി സഖാവ് CS മഹേഷ് അഭിവാദ്യം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഖാവ് GK ഹരികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ M തങ്കരാജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. തുടർന്ന് അന്നേ ദിവസം പ്രകടനം സമ്മേളന നഗരിയിൽ നിന്ന് ആരംഭിച്ച് മുനിസിപ്പൽ മൈതാനിൽ സമാപിക്കുമ്പോൾ പൊതുസമ്മേളനം KSTA ജനറൽ സെക്രട്ടറി സഖാവ് K ബദറുനിസ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ മേഖലയിലടക്കം രാജ്യത്തിന് മാതൃകയായ മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ പിന്നോട്ടടിക്കാനും സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ VR സജി, AM ഷാജഹാൻ, MR അനിൽകുമാർ, M രമേശ്, KR ഷാജിമോൻ, ഡോക്ടർ ഫൈസൽ മുഹമ്മദ്, G അമ്പിളി, M തങ്കരാജ്, തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാറിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കാൻ പദ്ധതികൾ ഒരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് യോഗശേഷം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി പ്രതികരിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ. മൂന്നാറിനെ പരിപൂർണമായി മാലിന്യമുക്ത പ്രദേശമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിനു വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക യോഗം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ നടന്നു. വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് യോഗശേഷം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി പറഞ്ഞു. 100% ലിറ്റർ ഫ്രീ മൂന്നാറാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്ലാനാണ് തയ്യാർ ചെയ്യുന്നത്. സോ നമ്മളുള്ളത് ഇപ്പോൾ ഒരു ബേസിക് പ്രിലിമിനറി ഡിസ്കഷനാണ് നടന്നത്. ഇനിയും ഈ മാസാവസാനത്തിനുള്ളിൽ നമ്മളൊരു കൃത്യം പ്ലാൻ ഉണ്ടാക്കും. അതുമായിട്ടുള്ള പ്രോജക്ട്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഈ മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കുന്നതാണ്. സർക്കാരുകളുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ മൂന്നാറിൽ ഏതാനും ചില മാലിന്യ ശേഖരണ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ കൂടുതൽ ബൃഹത്തായ പദ്ധതികളിലൂടെ മാലിന്യ ശേഖരണവും നിർമ്മാർജ്ജനവും സംസ്കരണവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കാഞ്ചാർ നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും 13-ന് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. പുലർച്ചെ 5 മണിക്ക് നിർമാലി ദർശനം, 6:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 9:30-ന് പൊങ്കാല എന്നിവ നടക്കും. ചടങ്ങിൽ ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി സന്ദേശം നൽകും. നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും ഈ വരുന്ന 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:20-ന് ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇടുക്കി ജില്ലയുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ വിഘ്നേശ്വരി IAS സാന്നിധ്യത്തിൽ നടത്തപ്പെടുകയാണ്. അന്നേ ദിവസം നമ്മുടെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് ദേവീഭക്തർക്ക് പൊങ്കാലയിടുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6:20-ന് 10,111 ദീപങ്ങൾ തെളിയുന്ന കാർത്തിക വിളക്ക് പ്രശസ്ത സുപ്രസിദ്ധ സിനിമാ താരം ദേവനന്ദ രതീഷ് അതിർദൈവം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. 11 മുതൽ മഹാപ്രസാദമൂട്ട നടക്കും. വൈകിട്ട് 6:30-ന് 11,111 ദീപങ്ങളുടെ കാർത്തിക വിളക്ക് ചലച്ചിത്ര ബാലതാരം ദേവനന്ദ രതീഷ് തെളിക്കും. വാർത്താസമ്മേളനത്തിൽ J ജയകുമാർ, സുരേഷ് കുഴിക്കാട്ട, സോനു മഹേശൻ, R പ്രകാശ്, രാജേഷ് നാരായണൻ എന്നിവർ പങ്കെടുത്തു. വീട്ടിൽ കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. മറയൂർ സ്വദേശി ജഗനെയാണ് മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയം വീട്ടിൽ കയറി പ്രതി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിട്ടാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. മറയൂർ ഇൻസ്പെക്ടർ TR ജിജു, ASI അനിൽ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലയാളി ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 14ാമത് കാരുണ്യയാത്ര ഡിസംബർ 22-ന് നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കാരുണ്യയാത്രയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ചു തുടങ്ങി.
മലയാളി ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് തുടർച്ചയായി നടത്തിവരുന്ന കാരുണ്യയാത്ര സീസൺ 14 ഈ വർഷവും വളരെ വിപുലമായാണ് നടത്തപ്പെടുന്നത്. പലവ്യഞ്ജനങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവ ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും കട്ടപ്പന നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രവും ക്രിസ്മസ് കേക്കും പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ജനറൽ മാനേജർ ജേക്കബ് കോര കൈമാറി. സെന്റ് ജോൺസിലെ എല്ലാ ജീവനക്കാരും ഒന്നടങ്കം സഹകരിച്ച് 2-3-4 ദിവസം കൊണ്ട് 100 കണക്കിന് ഡ്രസ്സുകൾ, അതും ഏറ്റവും ഉപയുക്തമായ ഡ്രസ്സുകൾ മാത്രമേ എത്തിക്കാവൂ. തേച്ച് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് മെയില് ഫീമെയില് ചിൽഡ്രൻ സെക്ഷനെയും കാറ്റഗറൈസ് ചെയ്ത് എത്തിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവനക്കാരെല്ലാം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു. അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സഹപ്രവർത്തകരെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നൽകിയ വസ്ത്രങ്ങൾ സജി ഫെർണാണ്ടസ് കൈമാറി. ചിരിക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, ജനറൽ സെക്രട്ടറി അശോകൻ ER, പ്രോഗ്രാം ചെയർമാൻ മനോജ് കുളക്കാട്ടുവയലിൽ, കാരുണ്യയാത്ര കോഓർഡിനേറ്റർ ജോമൻ പൊടിപാറ, സജി ഫെർണാണ്ടസ്, പ്രിൻസ് മൂലേച്ചാലിൽ, അഭിലാഷ് K, മനോജ് PG, മനോജ് ജോസഫ്, ബിവിൻ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പീരുമേട്ടിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അനുവദിക്കുക, 2024 ജൂലൈയിലെ പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, കർഷക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPUവിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ ഗോപിനാഥൻ സമരം ഉദ്ഘാടനം ചെയ്തു. FSCTU ജില്ലാ കമ്മിറ്റി അംഗം M രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിൽ പണിയെടുക്കുന്ന മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. പുതിയ മാറ്റം വരുന്നതിന് വേണ്ടി ഇപ്പോ ചർച്ചകൾ നടക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയില് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മാത്രമാണ് മെഡിസെപ്പിൽ ഉള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് പുതിയ ഉത്തരവിറക്കിയത്. ഇനി മുതൽ മെഡിസെപ്പ് മാത്രമല്ല, സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൂടി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. മെഡിസെപ്പ് ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യം കൂടി കൊടുക്കുന്നതിനുള്ള ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതോടൊപ്പം മെഡിസെപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ സംഘടനകളുമായി ചർച്ച പൂർത്തിയാക്കി അത് പുതിയ ഒരു ഉത്തരവും തീരുമാനവും താമസിയാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് ഇറക്കും. ബ്ലോക്ക് പ്രസിഡന്റ് PM മുഹമ്മദ് സലീം, സെക്രട്ടറി PS ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഉപ്പുതറയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. 11 kV ലൈൻ ഉൾപ്പെടെയുള്ളവയുടെ മുകളിലേക്ക് ഏതു നിമിഷവും ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഉപ്പുതറ മൃഗാശുപത്രി, കൃഷിഭവൻ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിച്ചാണ് പടുകൂറ്റൻ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം പൊതുശ്മശാനത്തിന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന 9 ഏക്കർ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഓഫീസുകൾക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന വലിയ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം നാളുകളായി നാട്ടുകാർ അധികൃതരെ അറിയിക്കുന്നതാണ്. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ ഓരോ ഏകരങ്ങൾ ഒടിഞ്ഞു വീഴുകയും അതിൻ്റെ മണ്ടേ ചക്ക് വീഴുകയും ചെയ്ത് ലൈനുകൾ സ്ഥിരമായിട്ട് കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ശാശ്വതമായിട്ട് ഇതുവരെ KSCB ഉണ്ടാക്കിയിട്ടുമില്ല. KSCB നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഒരു ടച്ച് വെട്ടി പോയതാണ്. ഒരു പോസ്റ്റിൻ്റെ മുകളിൽ പോസ്റ്റ് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ കാട് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പം KSCB ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാകണമെന്നാണ് ജനങ്ങൾക്ക് പറയാൻ. 11 kV ലൈനിന് മുകളിലേക്ക് ഉൾപ്പെടെ വീഴാവുന്ന അവസ്ഥയിലാണ് പല മരങ്ങളും. അടിയന്തരമായി വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പാചകവാതക വിതരണക്കാരുടെ ഉപഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം ചെയ്തു തുടങ്ങാൻ സാധ്യത. ഗ്യാസ് മസ്റ്ററിംഗ് ഇതുവരെ നടത്താത്തവർ ഈ മാസം 30-നകം നടത്തേണ്ടതാണ്.
ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്നുമുള്ള കാർഡ് ഉടമകൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഈ മാസം 30-ാം തീയതിക്കകം ആധാർ കൺസ്യൂമർ കാർഡ് ലിങ്കിംഗ് അഥവാ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾ ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തി നടത്തണം. കൂടാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഏജൻസികൾ തന്നെ നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നുമുണ്ട്. ഇതോടൊപ്പം മസ്റ്ററിംഗ് സേഫ്റ്റി ഇൻസ്പെക്ഷനും വീടുകളിൽ നടത്തിയിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്കും സ്വകാര്യ ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല. അടുത്ത മാസം തൊട്ടുള്ള കമ്പലത്തിന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ചോദിച്ചാൽ കമ്പനി 2 പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഒന്ന് മസ്റ്ററിംഗ്, രണ്ടാമത്തേത് വീടുകളിൽ വന്ന് ഫോട്ടോ എടുത്ത് കമ്പനിക്ക് കൊടുക്കുന്ന പ്രവണതയുണ്ട്. സേഫ്റ്റി ഇൻസ്പെക്ഷൻ. ഇത് രണ്ടും പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ സബ്സിഡി ലഭ്യമാകുള്ളൂ എന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം ഡിസംബർ 31-നകം ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ വന്ന് ചെയ്യണം. അതുകൂടാതെ ഈ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നടക്കാൻ പറ്റാത്തവർ, രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഓഫീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ ഇവിടുന്ന് അവരുടെ വീട്ടിൽ പോയി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ഈ ബിപിഎൽ പ്രയോറിറ്റി. ഈ ഇപ്പം സബ്സിഡിക്കാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ബിപിഎൽകാർക്കേ വരുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ശബരിമല മണ്ഡലകാലവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ സീസണും മറിയാക്കി സ്വകാര്യ ഗ്യാസ് വിതരണക്കാർ വീടുകളും കടകളും തോറും സർക്കാർ അംഗീകൃത ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത പകരം സ്വകാര്യ സിലിണ്ടറുകൾ വിലവ്യത്യാസം വരുത്തി വിതരണം ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ഇതുകൊണ്ട് തന്നെ പലർക്കും സബ്സിഡി ആനുകൂല്യങ്ങളോ മറ്റ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ ലഭിക്കില്ല. ലോകം കണ്ട മുത്തശ്ശി വിടവാങ്ങി. കുണിഞ്ഞി പേണ്ടാനത്ത് അന്നക്കുട്ടി സൈമൺ 103-ാം വയസ്സിലാണ് യാത്രയായത്. 8 മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി 19 പേരുണ്ട് അന്നക്കുട്ടിയമ്മച്ചിക്ക്. 4 പ്രാവശ്യം റോമിന് പോയി, ജർമ്മനിയിലും പോയി പലതവണ. ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 4-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും വിദേശത്ത് പോകാൻ അമ്മച്ചിക്ക് ഭാഷ ഒരു തടസ്സമേ ആയിരുന്നില്ല. 76-ാമത്തെ വയസ്സിലായിരുന്നു ആദ്യ വിദേശയാത്ര. പിന്നീട് 4 തവണ പോയി. അമ്മച്ചിയുടെ ആദ്യ വിദേശയാത്ര ജർമ്മനിയായിരുന്നു. മക്കൾ വിമാനത്തിൽ കയറ്റിവിട്ടു. 3 വിമാനത്തിൽ മാറി മാറി കയറി ജർമ്മനിയിലെത്തി. അവിടെ 3 മക്കളോടൊപ്പം മാസങ്ങളോളം താമസിച്ചു. ജർമ്മനിയിൽ നിന്ന് നേരെ റോമിലേക്ക്, അതും യാത്ര തനിയെ. മക്കൾ വിമാനം കയറ്റിവിട്ടു. റോമിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ മകളുണ്ട് സ്വീകരിക്കാൻ. മാർപ്പാപ്പയെ കാണുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. മകളോടൊപ്പം വത്തിക്കാനിൽ പാപ്പയെ കാണാൻ പോയി. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അതിഥികൾക്ക് ഇരിക്കാനുള്ള 2 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടു. അമ്മയും മകളും അവിടെയിരുന്നു. മാർപ്പാപ്പ വന്നപ്പോൾ എഴുന്നേറ്റ് കൈകൂപ്പി നിന്നു. പാപ്പ അടുത്തു വന്നതും അമ്മച്ചി പാപ്പയുടെ കൈമുത്തി. തലയിൽ കൈവച്ച് മാർപ്പാപ്പ അന്നമ്മച്ചിയെ അനുഗ്രഹിച്ചു. അത് മറക്കാനാവാത്ത വലിയൊരു അനുഭവമായിരുന്നു അന്നക്കുട്ടി അമ്മച്ചിക്ക്. വിശുദ്ധ നാട്ടിലും പോയി അന്നക്കുട്ടി അമ്മച്ചി. ഗാഗുൽ താമര കണ്ടു. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. 4 പ്രാവശ്യം വിശുദ്ധ നാട് സന്ദർശിച്ചു. മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിലെ മാതാവിന്റെ പള്ളിയിലും പോയി. ഫ്രാൻസിലേക്കുള്ള വഴിയിൽ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വീട്ടിലും കയറി പ്രാർത്ഥിച്ചു. അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചാണ് അന്നമ്മച്ചി ഈ ഭൂമിയിൽ നിന്നും മടങ്ങുന്നത്. 95-ാമത്തെ വയസ്സിൽ ഒരു സിനിമയിലും അഭിനയിച്ചു അന്നമ്മച്ചി. വിനീത് ശ്രീനിവാസൻ നായകനായ എബിയിൽ, സുരാജ് വെഞ്ഞാറമൂടിന്റെ അമ്മയായിട്ട്. സിനിമയ്ക്ക് മുമ്പ് അന്നക്കുട്ടി അമ്മച്ചി പരസ്യത്തിലും അഭിനയിച്ചിട്ടുണ്ട്. PJ ജോസഫ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഇറക്കിയ പരസ്യ ബോർഡുകളിൽ അന്നക്കുട്ടി അമ്മച്ചിയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു നാടെങ്ങും. ചില രോഗങ്ങൾക്ക് മരുന്നുകളുമുണ്ടായിരുന്നു അന്നക്കുട്ടി അമ്മച്ചിയുടെ പക്കൽ. ആരോഗ്യമുള്ള കാലത്ത് രാവിലെ 6 മണിക്ക് കുണിഞ്ഞി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ആദ്യം എത്തിയിരുന്നത് അന്നക്കുട്ടി അമ്മച്ചിയായിരുന്നു. ഭൗതിക ശരീരം വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ കൊണ്ടുവരും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുണിഞ്ഞി സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് സംസ്കാരം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ രാജകുമാരി യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു. രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. SHG സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജകുമാരി യൂണിറ്റ് സമ്മേളനം രാജകുമാരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെയും തയ്യൽ സാമഗ്രികളുടെയും വിലവർധനവും റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ അതിപ്രസരവും തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം കിടക്കുന്നതാണ്. 2020 മുതൽ നമുക്ക് റീഫണ്ട് തുക അംഗങ്ങൾക്ക് പെൻഷൻ പറ്റിയ അംഗങ്ങളെ സംബന്ധിച്ച് റീഫണ്ട് തുക കുറഞ്ഞു പോയിട്ടുണ്ട്.
അത് ദൈനംദിന സമരങ്ങൾ നടത്തുകയും വളരെ നിരന്തരമായ സമരപരിപാടികൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റീഫണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ സമരം നടത്താൻ ആരാ ഉണ്ടായിരുന്നത്? AKT എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ മാത്രമേ സമരം നടത്താനുള്ളൂ. പക്ഷെ ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ട് അയ്യക്കാരെ സംരക്ഷിക്കാനെന്നും പറഞ്ഞ് എത്രത്തോളം സംഘടനകളുണ്ട്? 100-ൽ പരം സംഘടനകൾ ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഈ 100-ൽ പരം സംഘടനകളിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു സംഘടന ഈ റിട്ടയർമെൻറ്റ് തുക കുറഞ്ഞു പോയി അത് അംഗങ്ങൾക്ക് വിതരണം നടത്തണം, അത് കിട്ടണം എന്ന് വാശി പിടിച്ച് ഏതെങ്കിലും ഒരു സമരം നടത്തിയതാറ്റോ അത് വാങ്ങിക്കൊടുക്കാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയതാറ്റോ ഏതെങ്കിലും ഒരു പത്രത്തിലോ ഒരു ചാനലിലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവെങ്കിൽ നിങ്ങളുടെ ചർച്ചയുടെ സമയത്ത് നിങ്ങൾക്ക് തന്നെ സൂചിപ്പിക്കാം. തിരുത്താം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പിൽ രമ്യ മണിക്കുട്ടൻ പ്രസിഡന്റായും സിനി CB സെക്രട്ടറിയും ഗീതു ജോസ് ട്രഷററുമായുള്ള 11-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് GB ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് KT ശശി മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി AC സോഫി, യൂണിറ്റ് സെക്രട്ടറി നീതു പ്രദീപ്, യൂണിറ്റ് ട്രഷറർ സലോമി സാച്ചു തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പയിനും മൈക്രോ ന്യൂട്രിയന്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തെ മണ്ണ് സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മണ്ണ് പരിശോധനയും സൂക്ഷ്മ മൂലകങ്ങളുടെ വിതരണവും നടന്നത്. പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും ശേഖരിച്ച മണ്ണ് പരിശോധിക്കുകയും മണ്ണിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനൊപ്പം കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മൈക്രോ ന്യൂട്രിയന്റ് വിതരണവുമാണ് കൃഷിഭവനിൽ വെച്ച് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു. ഓരോ 6 മാസത്തിലൊരിക്കലും ഈ മണ്ണ് ഇങ്ങനെ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്ത് ആ മണ്ണിലുള്ള മൈക്രോ ന്യൂട്രിയൻറ്റിനോ അല്ലെ മറ്റെന്ത് കുറവാണ് എന്ന് കണ്ടെത്തി നമ്മൾ വളങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് മണ്ണിനും നമ്മുടെ കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളൊക്കെ കർഷകരാണ്. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്ക് ആ കാർഷിക മേഖല നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ മണ്ണ് ടെസ്റ്റൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മണ്ണിന്റെ ഗുണനിലവാരം കൂട്ടുന്നതിനായി ന്യൂട്രിയന്റുകൾ ആവശ്യമുള്ളവർ കൃഷിസ്ഥലത്തെ മണ്ണ് ശേഖരിച്ച് ആധാർ കാർഡിന്റെ കോപ്പിയും ഉൾപ്പെടെ കൃഷിഭവനിലെത്തിയാൽ മൈക്രോ ന്യൂട്രിയന്റ് നൽകുമെന്ന് കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ പറഞ്ഞു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി, ലൈബ്രറിയൻ അഭിലാഷ്, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ പരിസരത്തേക്ക് സ്വകാര്യ വ്യക്തി മലിനജലം ഒഴുക്കിയതായി പരാതി. നെടുങ്കണ്ടം ചേമ്പളം സെന്റ് മേരി സ്കൂൾ പരിസരത്താണ് മാലിന്യം നിറഞ്ഞത്. ചാണകവും മീൻകുളത്തിൽ നിന്നുള്ള മാലിന്യവുമാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഒഴുകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്കൂൾ പരിസരത്ത് മാലിന്യം നിറഞ്ഞത്. രാവിലെ സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴേക്കും പ്രദേശത്ത് മാലിന്യം തളം കെട്ടിയിരുന്നു. ചേമ്പളം സെന്റ് മേരി സ്കൂളിന്റെ സമീപത്തായി താമസിക്കുന്ന വ്യക്തിയാണ് ഇയാളുടെ പശുത്തൊഴുത്തിൽ നിന്നും ചാണകവും മീൻകുളത്തിലെ മാലിന്യവും സ്കൂൾ പരിസരത്തേക്ക് ഒഴുക്കിയതെന്നാണ് പരാതി. ക്ലാസ് മുറികൾക്ക് സമീപവും പാചകശാലയ്ക്ക് സമീപവും മാലിന്യം ഒഴുകിയെത്തി. ഇതോടെ ഉച്ചഭക്ഷണം ഒരുക്കുന്നതും പ്രതിസന്ധിയിലായി. ക്ലാസുകൾക്ക് മുൻപിൽ ചാണകം തളം കെട്ടി. സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്ന കുഴൽ കിണറിന് സമീപത്തും മാലിന്യം ഒഴുകിയെത്തി. ചേമ്പളം സെന്റ് മേരി സ്കൂളിന്റെ 250ഓളം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന LP സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സ്ഥിരമായിട്ട് കുളത്തിലെയും മറ്റ് മാലിന്യങ്ങളും മറ്റും സ്ഥിരമായിട്ട് നമ്മുടെ സ്കൂളിന്റെ മുറ്റത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഇതിനെതിരെ ആ വ്യക്തിയോട് ഇങ്ങനെ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിപ്പുരയിലേക്ക് മീൻകുളത്തിലെ വേസ്റ്റും ചാണകക്കുഴിയിലെ വേസ്റ്റും എല്ലാം ഒഴുക്കിവിട്ട് വളരെയധികം ദുർഗന്ധമുണ്ടാവുകയും നാളുകളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിനെതിരെ പഞ്ചായത്തിലേക്കും മറ്റ് തലങ്ങളിലേക്കുമെല്ലാം പരാതികൾ നൽകിയിട്ടുണ്ട്. LKG മുതൽ 4ാം ക്ലാസ് വരെ 250ഓളം കുട്ടികളാണ് ചേമ്പളത്ത് പഠിക്കുന്നത്. മുൻപും പലതവണ ഇയാൾ സ്കൂൾ പരിസരത്തേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുള്ളതായാണ് പരാതി. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടും രാത്രിയുടെ മറവിൽ മാലിന്യം ഒഴുക്കുകയായിരുന്നു. ചില ക്ലാസ് മുറികളിലും ദുർഗന്ധം വമിച്ചതോടെ മറ്റു ക്ലാസുകളിലേക്ക് കുട്ടികളെ മാറ്റിയാണ് ക്ലാസ് നടത്തിയത്. സ്കൂൾ അധികൃതർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി.
കട്ടപ്പന തൊവരയാർ ആഞ്ഞിലിപ്പാലത്തെ നഗരസഭാ വക സ്ഥലത്ത് ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ശുചീകരണം നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് മേഖലയിലെ കാട് വെട്ടിത്തെളിച്ച് ശുചിയാക്കിയത്. തൊവരയാറ്റിൽ നഗരസഭയ്ക്ക് 8 സെന്റ് സ്ഥലമാണുള്ളത്. പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനോ യോഗങ്ങൾ കൂടുന്നതിനോ മേഖലയിൽ പൊതു കെട്ടിടങ്ങൾ ഇല്ല. ഈ സാഹചര്യത്തിൽ ജനോപകാരപ്രദമായ കെട്ടിടം നിർമ്മിക്കാനാണ് സ്ഥലം കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത്. കാടുപടലങ്ങൾ പിടിച്ചുകിട്ടുന്നത് മൂലം ഇഴജന്തുക്കളുടെ അടക്കം സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൗൺസിലർ ലീലാമ്മ ബേബിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത്. നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു സാംസ്കാരിക നിലയമോ അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ വിവിധ പ്രദേശത്ത് നിന്ന് വരുന്ന അംഗങ്ങൾക്ക് ഒത്തുകൂടുന്നതിനൊരു സ്ഥലമില്ലാതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ 73-ാം നമ്പർ അംഗൻവാടി ഈ 27-ാം വാർഡിൽ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ആ അംഗൻവാടിയും അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക നിലയവും ഒരു ചെറിയ വായനശാലയും ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഈ പ്രദേശവാസികളുടെ ഒരു പിന്തുണയും ഇതിനോടൊപ്പമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കാടുപടലങ്ങൾ വെട്ടി ശുചിയാക്കിയത്. കോടതി വ്യവഹാരങ്ങൾ മൂലം പ്രതിസന്ധിയിലായിരുന്നു ഈ സ്ഥലത്തെ ഉടമസ്ഥാവകാശവും നിർമ്മാണ പ്രവർത്തനവും. നഗരസഭയ്ക്ക് അനുകൂലമായി വിധി വന്നതോടെയാണ് അങ്കണവാടിക്കും സാംസ്കാരിക നിലയത്തിനും അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന വിധം കെട്ടിടം നിർമ്മിക്കാൻ അധികൃതർ ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ എക്സ്പോയിലും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ടൗണുകളിലും മാത്രം പ്രദർശിപ്പിച്ചു വരുന്ന അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കട്ടപ്പനയിലും എത്തുന്നു. നഗരസഭാ സ്റ്റേഡിയത്തിൽ കട്ടപ്പന ഫെസ്റ്റ് ഡിസംബർ 18 മുതൽ നടക്കും. 8000 ചതുരശ്ര അടി ഗ്ലാസ് തുരങ്കത്തിൽ തീർത്ത കടലിനടിയിലെ വിസ്മയ കാഴ്ചകളോടൊപ്പം മത്സ്യകന്യകയും പെറ്റ് ഷോയും അമ്യൂസ്മെന്റ് റൈഡും ഡോഗ് ഷോയും ചിൽഡ്രൻസ് പാർക്കും വ്യാപാര വിപണന പ്രദർശനമേളയും ഫുഡ് കോർട്ടും ഫാമിലി ഗെയിംസുമെല്ലാം ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന അമ്യൂസ്മെന്റ് റൈഡുകളായ ആകാശ ഊഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊളംബസ്, ഡ്രാഗൺ ട്രെയിൻ, ബ്രേക്ക് ഡാൻസ്, പ്രത്യേകം തയ്യാറാക്കിയ പൂളിനുള്ളിലെ ബോട്ടിംഗ്, കുട്ടികൾക്കായി വിവിധ തരത്തിലുള്ള റൈഡുകൾ, കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി ഡോഗ് ഷോ, സ്കൂബ ഡൈവേഴ്സ് മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന വർണ്ണവിസ്മയമായ ഉൾക്കടൽ കാഴ്ചകളും ആഴക്കടൽ യാത്രാ അനുഭവവും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ഇടുക്കി താലൂക്ക് സമ്മേളനം നടക്കുന്നതിനാൽ 12-ാം തീയതി താലൂക്കിലെ എല്ലാ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വിനോദസഞ്ചാരത്തിനിടയിൽ മൂന്നാർ ടൗണും പരിസരവും വൃത്തിയാക്കാൻ സമയം കണ്ടെത്തി എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പോളിക്യാബ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജീവനക്കാർ. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മടത്തുംപടിയുടെ നേതൃത്വത്തിലുള്ള 120 ജീവനക്കാരാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൂന്നാർ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിനോദസഞ്ചാരത്തിനിടയിൽ മൂന്നാർ ടൗണും പരിസരവും വൃത്തിയാക്കാൻ സമയം കണ്ടെത്തി വ്യത്യസ്തരായി തീർന്നിരിക്കുകയാണ് എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പോളിക്യാബ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ജീവനക്കാർ. കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മടത്തുംപടിയുടെ നേതൃത്വത്തിലുള്ള 120 ജീവനക്കാരാണ് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൂന്നാർ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ലോകത്തിലേക്ക് വെച്ചാൽ ഏറ്റവും മനോഹരത നിറഞ്ഞ ഒരു സിറ്റിയാണ്, ഒരു ടൗണാണ് മൂന്നാർ. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ധാരാളം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുന്നതാണ്. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടൗൺ വഴിയല്ലാതെ പോകാൻ പറ്റില്ല. ചിനാക്കലിലേക്ക് ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മാലിന്യങ്ങളുടെ കൂമ്പാരം, അതുപോലെ വൃത്തി പഞ്ചായത്ത് വളരെ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ധാരാളം വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങൾ എറിഞ്ഞ് ഈ പുഴയിലേക്കും മറ്റുള്ളവരിലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഓർത്തെടുത്തു, ഞങ്ങളാല്, ഞങ്ങളുടെ കുടുംബങ്ങളാല്, ഞങ്ങളുടെ കമ്പനിയാല്, സമൂഹത്താല് ഒരു വേസ്റ്റ് പോലും, ഒരു പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ഞങ്ങൾ പുറത്തേക്ക് എറിയുകയില്ല. അതുമാത്രമല്ല, ജനങ്ങളിൽ നിന്ന് ബോധവൽക്കരണമായിട്ട് ഞങ്ങൾ ധാരാളം ലീഫ്ലെറ്റുകൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി ഭാഗമായിട്ട് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. മുതിരപ്പുഴയോരത്തുൾപ്പെടെ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിലൂടെ 100 ചാക്കിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവർ ശേഖരിച്ചത്. ഇവ പഞ്ചായത്തിന് കൈമാറി. 120 അംഗ സംഘമാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയത്. എല്ലാ വർഷവും ജീവനക്കാരുമായി നടത്തുന്ന വിനോദസഞ്ചാരത്തിനിടയിൽ അതാത് പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പതിവാണെന്ന് കമ്പനി വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ വർഷം കുമരകത്താണ് ശുചീകരണം നടത്തിയത്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 227, വിൽപ്പനയ്ക്ക് വന്നത് 67,414, വിൽപ്പന നടന്നത് 64,385, കൂടിയ വില 3,128, ശരാശരി വില 2,837. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 100, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,285 രൂപ, വെള്ളി 103. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1.5 പതിറ്റാണ്ടിനിപ്പുറം തേക്കടി ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നാളെ ആരംഭിക്കും. കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ടപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോൾ. കേസിന്റെ വിചാരണ തുടങ്ങുന്നത് തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിൽ. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി വിജയിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിലെ പുന്നൂർ വാർഡ് LDF-ൽ നിന്ന് പിടിച്ചെടുത്ത UDF. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA S രാജേന്ദ്രൻ. ചില ആളുകൾക്ക് വേണ്ടി മാത്രം പാർട്ടിയായി കരുതി കൂടെ നിൽക്കുക പ്രയാസം. തന്നെ ഇപ്പോഴും വ്യക്തിപരമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തുടരുന്നു. ഇവരുടെ കൂടെ നിന്ന് ഈ പാർട്ടിയുടെ പേരിൽ ചീത്തപ്പേര് വാങ്ങിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും S രാജേന്ദ്രൻ. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് നികത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് DMO ഡോക്ടർ സുരേഷ് വർഗീസ്. തീരുമാനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.